ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് പതിപോലെ നല്ല തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പണി കഴിഞ്ഞ് പിന്നെ കുബൂസിന് നിന്നു. അത് കഴിഞ്ഞ് പിന്നെ 11 മണിക്ക് ജിമ്മിലേക്ക് പോകണം. അവിടെ ആനിവേഴ്സറിയാണ്, ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷനാണ്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന് വിചാരിച്ചാൽ ഉലുവച്ചോറ് ഉണ്ടാക്കാമെന്ന്. കുറച്ച് ഉലുവ എടുത്തു, പിന്നെ കുറച്ച് അരി കഴുകിയിട്ടു, ചുവന്നുള്ളി കുറച്ച് നന്നാക്കി, പിന്നെ നമ്മുടെ എന്താ പറയുക നാളികേരം ചെരുക്കി ഒരു 100 ഉലുവ എടുത്തുണ്ടാവും, പിന്നെ ഒരു 150 ചെറുള്ളി എടുത്തിട്ടുണ്ടാവും, ഒരു നാഴിയും പിന്നെ ഊരിയും വെള്ള അരി കഴുകിയതു കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു മുക്കാ ഭാഗം തേങ്ങ ചിരകി അതും ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ടു. ഇത്രയിട്ട് അതിൽ നമ്മൾ നാഴിയരിക്ക് ഒരു നല്ല തിളച്ച വെള്ളം അതിൻ്റെ ഡബിൾക്ക് ഡബിൾ നമ്മൾ ബിരിയാണിക്ക് അരിക്ക് എടുക്കില്ലേ, അതേപോലെ ഞാൻ എടുത്തത് കേട്ടോ. അതും അതിലൊഴിച്ച ശേഷം നന്നായി എന്താ പറയുക നന്നായി ഒരു 2 വിസിൽ വരുന്ന വരെ നല്ലോണം ഒന്ന് വെച്ചുട്ടാ കുക്കറിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് എടുക്കുക ചെയ്തത്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും വേണ്ടേ പറഞ്ഞിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ട് നല്ലോണം മിക്സിയിൽ, അതിന് ഫുഡ് നല്ലോണം ചിക്കൻ പൊരിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ചിക്കൻ നല്ല ഇല്ലാത്ത പീസ് എടുത്തിട്ട് മിക്സിയിൽ നല്ലോണം അത് നന്നായി അരച്ചിട്ട് അതിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ എന്താ പറയുക ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു ഉരുളൻകിഴങ്ങും ഉടച്ചിട്ട് അതും കൂടിയിട്ട് നന്നായി തിരുമ്പിയിട്ട് അത് ബോൾസാക്കിയിട്ടോ. അത് മാറ്റി വെച്ചു പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അളന്നിട്ട് തന്നെയാണ് വെള്ളം ഒഴിച്ചത്. നല്ല തിളച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അത് ഞാൻ തിളച്ച് വെച്ച ഒരുവിധത്തേക്കും ചൂടാറിയിക്കണോ, ഞാൻ വേഗം ചിക്കൻ്റെ പരിപാടിക്ക് നിന്നത് കാരണം. അപ്പോൾ അത് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് അത് എന്താ പറയുക നന്നായി അത് 2-3 വിസിൽ വരുന്നത് വരെ, 2 വിസിൽ വരുമ്പോഴത്തേനും ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് ഞാൻ 2 വിസിൽ വരുന്നവരേക്ക് നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. വേണ്ട, നമ്മൾ അരിയിനെക്കാളും കുറച്ചും കൂടി ഇങ്ങനെ മൂടി നിൽക്കണം വെള്ളം. നമ്മൾ കറക്റ്റ് അതിൻ്റെ അളവിന് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതില്ല. പിന്നെ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുക. നമ്മൾ കലക്കി വെച്ച ശേഷം ഉപ്പുണ്ടെങ്കിൽ കൂടുതൽ ഒരു പൊടിക്കൊരു മുന്തി നിൽക്കണം ഉപ്പ്, എന്നാലേ ആ ചോറിന് നല്ല രസം കിട്ടുള്ളൂ. ഇത് നമ്മൾ കർക്കിടകത്തിലേക്ക് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ കർക്കിടകത്തിൽ അങ്ങനത്തെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണെന്ന് പറഞ്ഞ് അങ്ങനെ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാൻ കർക്കിടകത്തിലേക്ക് ഇടയ്ക്ക് അല്ലാത്ത ദിവസം ഒന്നും ഇതുപോലെ കറിക്കൊന്നും പെട്ടെന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ ഒന്നും ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഉണ്ടാവാറ്. അപ്പോൾ അത് എന്താ പറയുക വെച്ചു. പിന്നെ അടുത്ത നമ്മൾ എന്താ പറയുക ഒന്നും പറയാൻ കിട്ടണില്ല, ആകെ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കേക്ക് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേഗം ആ കേക്ക് ചെയ്യാൻ തന്നു. അത് എന്താ പറയുക മാംഗോ കേക്ക് ആയിരുന്നു. അത് പെട്ടെന്ന് കിട്ടിയ ഓർഡറാണ് കേട്ടോ. ഞാൻ തലേന്ന് തന്നെ എല്ലാ കേക്കും ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അവർ ഇപ്പോൾ വിളിച്ചിട്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമർ നമ്മുടെ ജ്യോതിഷിൻ്റെ കുറേ ബസ്സുകളൊക്കെ ഉണ്ടല്ലോ, മിറാക്കിൾ ബസ്. അപ്പോൾ അവർ നമുക്ക് സ്ഥിരം ജ്യോതിഷ ഓർഡർ തരുന്നത്. അപ്പോൾ ജ്യോതിഷിൻ്റെ ഏട്ടത്തിയമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു കേക്ക് വേണം പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ആ കേക്ക് ചെയ്ത് 1.25 കിലോനായിരുന്നു. സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറയാനും പറ്റില്ലല്ലോ. അപ്പം ഞാൻ വേഗം അധികം ക്രീമൊന്നും ഇടാണ്ട് അത് വേഗം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും പിടിച്ചില്ല. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ അതൊന്ന് അപ്പഴത്തേനും ഇതിൽ ആവിക്കും വന്നു. അത് തുറന്ന് നോക്കിയപ്പോൾ അത് അടിപൊളിയായിട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി വെന്ത് നമുക്ക് വെള്ളക്കും വറ്റി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമാണ്. നല്ലോണം ഉലുവയ്ക്കും ഈ കർക്കിടകത്തിലേക്കും കഴിക്കണത് നല്ലതാണ്. നമുക്ക് ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. അതൊക്കെ ഞാനിപ്പോൾ ഇതിൽ പറയണില്ല, അതിനുള്ള നമുക്ക് സമയം വീഡിയോയിലില്ല. പിന്നെ നമുക്ക് 11 മണിക്ക് ഒരു ജിമ്മിലേക്ക് പരിപാടി തുടങ്ങുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പിന്നെ സമയമൊന്നും കളഞ്ഞില്ല. വേഗം എന്താ പറയുക അതൊക്കെ വേഗം ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് എന്താ പറയുക റൈസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇപ്പോൾ ഇതിൽ വിളമ്പി വെച്ചത്. പിന്നെ ചില്ലിയൊക്കെ ഉണ്ടാക്കിയ ശേഷമാണ് ചില്ലി എന്ന് പറയേണ്ട, ചില്ലി ഉണ്ടാക്കാനെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആകും പറഞ്ഞിട്ട് ഇതാവുമ്പോൾ അങ്ങനെ നമ്മൾ ഉരുളകളാക്കിയിട്ട് ഇട്ടിട്ട് നമ്മൾ നല്ലോണം എണ്ണയൊന്നും അധികം വേണ്ട, അതിലിങ്ങോട്ട് നന്നായി പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ എന്താ പറയുക അങ്ങനത്തെ ചോറ് ബീഫും നല്ലതാണ് കേട്ടോ. തേങ്ങാച്ചോറ് ഉണ്ടാക്കിയാൽ അതിന് ബീഫ് ഇത് തേങ്ങാച്ചോറ് എന്ന് പറയാൻ പറ്റില്ല, ഉലുവച്ചോറ് എന്ന് വേണം പറയാൻ. ഉലുവ തോന്നിട്ടുള്ളത് കൊണ്ട് തേങ്ങാച്ചോറിൽ ഇത്ര അങ്ങോട്ട് ഉലുവ ഇടില്ലല്ലോ. അപ്പോൾ വേഗം എന്തൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാച്ചോറിന് ബീഫും നല്ല ടേസ്റ്റാണ്, ഇതും ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് കൂടുതൽ എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടമാവുക. റിമോൾക്കൊക്കെ ചിക്കനോടാണ് നല്ല പ്രിയം. അപ്പോൾ എന്താ പറയുക അപ്പോൾ അതെല്ലാം ആയി. പിന്നെ ഞാൻ വേഗം എന്താ പറയുക ജിമ്മിലേക്ക് പോവാള
പരിപാടിയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടോ. അവിടേക്ക് പോകാനെന്ന് പറഞ്ഞാൽ എന്താ പറയുക 11 മണിക്ക് അവർ പറഞ്ഞാലും 11:30 ഞാൻ അവിടെ എത്തുമ്പോൾ കേട്ടോ. പക്ഷെ അവിടെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ അടിപൊളിയായിട്ട് അവരെല്ലാവരും ഇങ്ങനെ കേക്കൊക്കെ മുറിക്കാനും അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി, ലേറ്റായൊന്നുമില്ല. പിന്നെ ഈ ഉലുവച്ചോറും എന്താ ചില്ലി ഉണ്ടാക്കിയ ചില്ലി എന്നല്ല ഞാൻ പറഞ്ഞില്ല, ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പേരെന്ന് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല. എനിക്ക് എളുപ്പപ്പണിയായിട്ട് ഞാൻ ചെയ്യണതാണ്. പക്ഷേ എക്കാക്ക് നല്ല ഇഷ്ടം കേട്ടോ. ഒക്കെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ വേഗമൊക്കെ കഴിക്കണതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ അങ്ങനെ നമ്മൾ ജിമ്മിലേക്ക് ഓടി വന്നു. അപ്പോൾ അവിടെ എല്ലാവരും വന്നിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. സമയം 11 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാലും അത്രയ്ക്ക് അങ്ങോട്ട് എല്ലാവരും വന്ന് തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ അവരുടെ സെലിബ്രേഷനിൽ നമ്മൾ പങ്കെടുക്കാൻ നിന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അവർ കുറേ ഗെയിം ഉണ്ടായിരുന്നു, അതേപോലെ എന്താ കുറേ പരിപാടികളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫുള്ള് എല്ലാത്തിനൊന്നും എന്താ പറയുക നിൽക്കാൻ പറ്റില്ല. അപ്പോഴത്തേനും പിന്നെ വീട്ടിൽ പരിപാടികളുണ്ടായിരുന്നു. പിന്നെ നെടുമ്പാശ്ശേരിക്ക് അനിയനും ഫാമിലിക്കും വരുന്നുണ്ട്. 4-ാം തീയതി മാമാൻ്റെ മോൻ്റെ കല്യാണം. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പോകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ബൈറ്റ് തരില്ല പ്ലീസ്.
പിന്നെ അവിടെ നമ്മുടെ ജിമ്മിലേക്ക് വരാൻ തുടങ്ങിയിട്ട് എത്ര കാര്യങ്ങളും അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായക്കും പറയാൻ പറഞ്ഞപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഒരു മടിയായിരുന്നു. ഫസ്റ്റ് ഞാൻ പറഞ്ഞു തുടങ്ങി, പിന്നെ എല്ലാവരും പറഞ്ഞു കേട്ടോ. നമുക്ക് അവർ ആദ്യം തന്നെ പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ പറയേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ട്, അല്ലെങ്കിൽ പഠിച്ചിട്ട് വരാൻ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് വന്നിരുന്നു. ഇത് പെട്ടെന്ന് എടുത്തിട്ട് എന്താ പറയുക, അവരിങ്ങനെ എന്താ പറയുക, ജിമ്മിനെ പറ്റി അഭിപ്രായം കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് ടെൻഷനായി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റാമെന്ന് വെക്കും മുന്നേ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ അവിടെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അവർ കുറേ എന്താ പറയുക ഗെയിമുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിയാൻ നിന്നില്ല. ഞാൻ വേഗം വന്നു. എന്താ നെടുമ്പാശ്ശേരിക്ക് പോകുന്നത്. ഓക്കെ, ഗുഡ് ബൈ.